വായിൽ ഇൻഫെക്ഷന് പറ്റിയുള്ള മരുന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാനത് മനസ്സിലാക്കുന്നത് വായിക്കകത്തുള്ള പുണ്ണ് അഥവാ മൗത്ത് അൾസറിന് ആണെന്നാണ് പുള്ളി ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. മൗത്ത് അൾസർ അഥവാ വായ്പുണ്ണ് എന്ന് പറയുന്നത് ഒരു വലിയൊരു അസുഖമല്ല സാധാരണഗതിയിൽ. പക്ഷേ ചില സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളുടെ മൗത്ത് അൾസർ ഒരു 3 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നതാണെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്കത് മാറി വീണ്ടും അടുത്തത് ഉടനെ തന്നെ വരുന്നു, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും അതിൻ്റെ അകത്തുള്ള ഫർദർ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നുള്ളത് ഡയഗ്നോസ് ചെയ്തിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. കാര്യം പലപ്പോഴും ഈ മൗത്ത് അൾസർ എന്ന് പറയുന്നത് വലിയ മാരകമായിട്ടുള്ളതല്ലെങ്കിലും ചിലപ്പോഴെങ്കിലും അത് വേറെ മാരകമായ അസുഖങ്ങളുടെ ഒരു ഭാഗമായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് കാണുന്നതായിരിക്കാം. കാര്യം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ വായ്ക്കകത്ത് ക്യാൻസർ വരുന്ന ആളുകൾക്ക് ഇപ്പോൾ സ്ഥിരമായിട്ട് ഈ സിഗരറ്റ് വലിക്കുക അല്ലെങ്കിൽ ഈ തമ്പാക്കൊക്കെ പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് അല്ലെങ്കിൽ മദ്യപിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇതൊന്നും അല്ലാണ്ട് തന്നെ ഇപ്പോൾ പാപ്പിലോമ വൈറസ് ഒക്കെ പോലത്തെ വൈറൽ ഇൻഫെക്ഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെ ഈ ക്യാൻസർ ഈ വായിൽ ക്യാൻസറിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിലും അതിൻ്റെ ഭാഗമായിട്ട് മൗത്ത് അൾസർ വരും. അപ്പോഴാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്, ബാക്ക് ടു ബാക്ക് അൾസർ വന്നുകൊണ്ടിരിക്കും. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അത് മാറാതെ കുറേ നാളുകൾക്ക് നീണ്ടു നിൽക്കുകയും ചെയ്യും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിന് ആവശ്യമായിട്ടുള്ള മറ്റുള്ള രീതിയിലുള്ള ചെക്കപ്പിലേക്കൊക്കെ പോകേണ്ടതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഈ വയറിനകത്തുള്ള അൾസറിൻ്റെ ഭാഗമായിട്ടും ഇതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭാഗമായതുകൊണ്ട് തന്നെ വായിക്കകത്തും അൾസർ വന്നേക്കാം. അതാണെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളത് ട്രീറ്റ് ചെയ്യണം. കൊളോണോസ്കോപ്പിയോ എൻഡോസ്കോപ്പിയോ ഒക്കെ പോലുള്ള എൻഡോസ്കോപ്പി ഒക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ അൾസർ ആണെന്നുള്ളത് കൺഫേം ചെയ്തിട്ട് അങ്ങനെയാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ആ രീതിയിൽ തന്നെ ചെയ്യേണ്ടതാണ്. ഓക്കെ. പിന്നെ ചിലപ്പോഴൊക്കെ വരുന്നത് നമ്മുടെ സമ്മർദ്ദം കൊണ്ട്, നമ്മുടെ ജോലി അല്ലെങ്കിൽ ഉറക്കമൊക്കെ കറക്റ്റ് ആവാത്തത്, പിന്നെ ചില സമയത്തെങ്കിലും വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് സംഭവിക്കാം. നമ്മൾ വൈറ്റമിൻ ബി കോംപ്ലക്സിൻ്റെ ഒക്കെ ടാബ്ലറ്റ് വാങ്ങിക്കാൻ കിട്ടും, അത് വാങ്ങിച്ച് കഴിച്ചാൽ മതി. പിന്നെ ചിലർക്ക് ഇങ്ങനെ തെറ്റിദ്ധാരണ വരും, കോൾഡ് സോർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതാണെങ്കിലും ഈ പറഞ്ഞ മരുന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന മരുന്നുകൊണ്ട് അത് ഉപയോഗപ്പെടില്ല. കാര്യം കോൾഡ് സോർ എന്ന് പറഞ്ഞാൽ ചെറിയ മനസ്സിലാക്കാനാണ് നമ്മുടെ ഈ ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. അതാണെങ്കിൽ നമ്മുടെ ഈ ചുണ്ടിൻ്റെ പുറത്തൊക്കെ ആയിട്ട് ഈ ചൂട് തട്ടി പൊള്ളുമ്പോഴാണ് പോലത്തെ ചെറിയൊരു കുമിള വരും. അതാണെങ്കിൽ അതിന് മൗത്ത് അൾസർ അല്ല, അത് കോൾഡ് സോർ ആണെന്ന് മനസ്സിലാക്കാം. ഇനി ഇതൊന്നും അല്ലാതെ ഈ ചെറിയ രീതിയിലുള്ള മൗത്ത് അൾസറിനുള്ള മരുന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതിനകത്ത് 2 മരുന്ന് കാണിക്കാം. ഒന്ന് ഇതാണ് ബോൺജെല എന്നാണ് എഴുതിയിട്ടുള്ളത്. എന്നെ കളിയാക്കാൻ വരരുത്, ഇത് കണ്ണട പോലെ തന്നെയാണ്, കണ്ണാടിയിൽ കാണിക്കുന്ന പോലെയാണ് ഇപ്പോഴും കാണുന്നത്. ഇനി അതെനിക്കറിയില്ല ക്ലിയർ ആയിട്ട് ചെയ്യാൻ. പിന്നെ അതായത് പൈറാൾവെക്സ്, ഇതിനകത്ത് ഏതെങ്കിലും ഒരു മരുന്ന് വാങ്ങിയിട്ട് നിങ്ങൾ വായിക്കകത്ത് ആ പുണ്ണ് കാണുന്ന ഏരിയയിൽ പരട്ടി കൊടുത്താൽ മതി. അതൊരു 4 മണിക്കൂർ ഇടപെട്ട് പരട്ടി കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ 2-3 ദിവസം കൊണ്ട് ഇത് മാറിപ്പോകും പൂർണ്ണമായിട്ട് തന്നെ. പിന്നെ അതിനകത്ത് ഒട്ടും ഇതാവുന്നില്ലെങ്കിൽ ഈ ഒരു മൗത്ത് വാഷും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റിൽ തന്നെ സാധാരണഗതിയിലുള്ള മൗത്ത് അൾസർ എല്ലാം തന്നെ മാറിപ്പോകുന്നതായിരിക്കും. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതുകൂടെ ശ്രദ്ധിക്കുക എന്നുകൂടെ ഓർക്കുക. താങ്ക് യു.